കോൺഗ്രസ് പ്രകടന പത്രികയെ കടന്നാക്രമിക്കാൻ ബി.ജെ.പി. തീരുമാനം. മോദിയുടെ ഗ്യാരണ്ടികൾ ഇന്ത്യ സഖ്യത്തെ അസ്വസ്ഥരാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഴിമതി അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ആക്രമിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസിനെ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി വിമർശിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് കലാപമുണ്ടാക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ ആശയങ്ങളാണെന്ന ആരോപണം ബീഹാറിലെ നവാഡയിൽ നടന്ന റാലിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ആശയമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. കശ്മീരിനെ കുറിച്ച് മല്ലികാർജുൻ ഖർഗെ നടത്തിയ പരാമർശം ലജ്ജാകരമെന്നും പ്രധാനമന്ത്രി. പശ്ചിമ ബംഗാളിലെ ജയ്പാൽഗുഡിയിൽ പ്രധാനമന്ത്രി തൃണമൂൽ കോൺഗ്രസിനെയാണ് ലക്ഷ്യം വെച്ചത്. കേന്ദ്ര ഏജൻസികളെ തൃണമൂൽ കോൺഗ്രസ് ആക്രമിക്കുന്നുവെന്ന് മോദി. टीएमसी कानून और संविधान को कुचलने वाली पार्टी है। मैं आज बंगाल की धरती से गारंटी देता हूं, ये जिन लोगों ने भ्रष्टाचार करके पैसे जमा किए हैं ना, തൃണമൂലിനെതിരെ ഗൂഢാലോചന നടത്താൻ ബി.ജെ.പി. നേതാവ് ജിതേന്ദ്ര തിവാരി NIA-SP-യുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണവുമായി അഭിഷേക് ബാനർജി രംഗത്തെത്തി. 52 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയുടെ CCTV ദൃശ്യങ്ങളുണ്ടെന്നും അഭിഷേക് ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് കലാപമുണ്ടാക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമമെന്ന ആരോപണവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജിയും രംഗത്തെത്തിയിട്ടുണ്ട്. 24 ഡൽഹി.